നമസ്കാരം. വളരെ ബിൽഡപ്പോടെ എത്തിയ മോഹൻലാൽ ചിത്രമാണ് എമ്പുരാൻ. എന്നാൽ ഇപ്പോൾ വിവാദങ്ങളുടെ കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് സിനിമ. ഈ ചിത്രം എത്തിയതോടെ നടൻ പൃഥ്വിരാജിൻ്റെ സമയം അത്ര നന്നല്ല. വിവാദങ്ങളുടെ കൂട്ടുകാരനായ താരത്തിന് കൂനിന്മേൽ കുരു എന്ന പോലെ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസും എത്തി. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഈ സിനിമകളിൽ പ്രതിഫലം വാങ്ങാതെയാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം സ്വന്തമാക്കിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. 2022 പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൽ അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചും ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ടായിരുന്നു പരിശോധന. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടി മാത്രമാണ് എന്നാണ് വകുപ്പ് നൽകുന്ന വിശദീകരണം. അതേസമയം എമ്പുരാൻ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സിനിമയുടെ വിതരണക്കാരായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ചെന്നൈയിലെ ഓഫീസിലും നീലാങ്കരയിലെ വീട്ടിലും മണിക്കൂറുകളോളമാണ് ED പരിശോധന നടത്തിയത്. PMLA ലംഘനം, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലായിരുന്നു ED പരിശോധന. കോഴിക്കോട്ടായിരുന്ന ഗോപാലിനെ ED വൈകിട്ടോടെ ചെന്നൈയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. അതേസമയം എമ്പുരാൻ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ 1000 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിലാണ് അന്വേഷണം എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. എമ്പുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ED അന്വേഷണം നടക്കുന്നത്. എന്നാൽ 3 മാസം മുമ്പ് തന്നെ ഗോകുലം ഗോപാലിന്റെ ഇടപാടുകൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് EDയുടെ വ്യക്തമാക്കൽ. അതേസമയം എമ്പുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. ചോദ്യമുയർത്തുന്നവരെ ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടും എന്ന് സിനിമയിൽ പറയുന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള പ്രചരണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.